നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ മുന്നറിയിപ്പുകൾ നൽകി തുടങ്ങി. അമേരിക്കയോ സഖ്യസേനയോ തങ്ങൾക്കെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്തിയാൽ ഗൾഫിലെ ഊർജ്ജ നിലയങ്ങളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത്. എങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് അമേരിക്ക താൽക്കാലികമായി വലിയ നീക്കങ്ങളിൽ നിന്നും ഇപ്പോൾ കുറച്ചൊന്ന് പിന്മാറിയിരിക്കുകയാണ്. തങ്ങൾക്കെതിരെ വീണ്ടും US ആക്രമണമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുമായുള്ള ആശയവിനിമയം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയതാണെങ്കിലും താൻ പ്രസിഡന്റ് പദവി രാജിവെക്കുകയൊന്നുമില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. രാജ്യത്തിനുള്ളിൽ ഭിന്നതയുണ്ടാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുകയാണെന്നും ഭരണകൂടവും സൈന്യവും തമ്മിൽ യാതൊരു വിയോജിപ്പുമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. US ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ ശേഷം മകൻ മുജ്തബ ഖമനേയി പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മുജ്തബയുടെ അഭാവത്തിൽ ഭരണകൂട സ്ഥാപനങ്ങളും സൈന്യവും തമ്മിൽ തർക്കങ്ങൾ രൂക്ഷമാണെന്ന വാർത്തകൾക്കിടയിലാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. താൻ രാജിവെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും സ്ഥാനമൊഴിയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരമോന്നത നേതാവിന്റെ സാന്നിധ്യം തങ്ങൾക്ക് വലിയ കരുത്താണെന്നും പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു. പെസഷ്കിയാൻ 28 തവണ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചുവെന്നും രാജി സ്വീകരിക്കാൻ മുജ്തബ ഖമനേയി തയ്യാറാണെന്നും പ്രമുഖ പുരോഹിതൻ മുഹമ്മദ് ബാഖർ ഖരാസി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാരിനെ ദുർബലപ്പെടുത്താനും സൈന്യവുമായി ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരങ്ങളെന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് ഒമാനുമായി താൽക്കാലിക കരാറിലെത്തുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിന് ഇറാൻ നടത്തുന്ന പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഒമാനുമായുള്ള ചർച്ചകൾ. ഒമാനുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കരാർ അന്തിമഘട്ടത്തിലാണെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമസിലൂടെ കപ്പലുകൾ കടന്നുപോകേണ്ട പുതിയ പാതയുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ സംബന്ധിച്ച് തീരുമാനമായി എന്നും ഇറാൻ വക്താവ് പറഞ്ഞു. ഈ കപ്പൽപാത താൽക്കാലികമായിരിക്കുമെന്നും 2-3 മാസത്തേക്ക് മാത്രമായിരിക്കും ഈ പാത തുറക്കുകയെന്നും ഇറാൻ വ്യക്തമാക്കി. പുതിയ പാതയുടെ ഭൂരിപക്ഷം കടന്നുപോകുന്നത് ഇറാനിലൂടെയാണ്. മറ്റു ഭാഗങ്ങൾ ഒമാൻ വഴിയും. അതുകൊണ്ടുതന്നെ കപ്പൽ കടത്തിവിടുന്നതിന് ഇരു രാജ്യങ്ങളും ഫീസ് ഈടാക്കിയേക്കും. ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക സമുദ്രാതിർത്തികൾക്ക് ഇടയിലാണ് ഹോർമൂസ്. കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതിനും ഒമാന്റെ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ തിരിച്ചുപോകുന്നതിനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനു പകരം അവയിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കിയേക്കും. ഇറാന്റെ പരമാധികാരത്തിനും അവകാശങ്ങൾക്കും കോട്ടം തട്ടാത്ത വിധം ഇരു രാജ്യങ്ങളുടെയും ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ഹോർമസിലൂടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമിട്ടായാണ് ഒമാനുമായുള്ള ചർച്ചയെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞു. ഹോർമസ് തുറക്കാനുള്ള ചർച്ചകൾ ഫലം കണ്ടെന്നും കപ്പൽ നീക്കം ഈ ആഴ്ച തന്നെ സാധ്യമാകുമെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും പറഞ്ഞു. ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിന് നിലവിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാണ് ഹോർമസ് കടലിടുക്കിന്റെ അവകാശ തർക്കം. ഇതിന് പരിഹാരമാകുന്നതോടെ ജൂൺ 17 നിലവിൽ വന്ന ഇടക്കാല വെടിനിർത്തൽ ധാരണാപത്രം അന്തിമമാകുന്നതിനുള്ള വഴി തെളിയും. ആഗോളതലത്തിലെ തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാർ പ്രഖ്യാപനം അമേരിക്കൻ സമയം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തന്നെ ഉണ്ടായേക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക സമുദ്രാതിർത്തികൾക്കിടയിലാണ് ഹോർമൂസ്. കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതും ഒമാന്റെ നിയന്ത്രണത്തിലുള്ള പാതയിലൂടെ തിരിച്ചുപോകുന്നതിനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഇറാന്റെ ആണവ നിരായുധീകരണം ലക്ഷ്യമിട്ടാണ് US ഇസ്രയേലും ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയതെങ്കിലും സംഘർഷം പിന്നീട് ഹോർമൂസിനെ ചുറ്റിപ്പറ്റി വഷളായി. യുദ്ധപൂർവ്വ കാലത്ത് ആഗോള എണ്ണ നീക്കത്തിന്റെ 20% കടന്നുപോയിരുന്ന പാതയാണ് ഹോർമൂസ്. യുദ്ധത്തെ തുടർന്ന് ഇത് അടച്ചത് ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിയും വിലക്കയറ്റവും ഉണ്ടാക്കി. കരാർ സാധ്യത തെളിഞ്ഞതോടെ ബുധനാഴ്ച ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞു. ബുധനാഴ്ച രാവിലെ ചെങ്കടലിലൂടെ പോയ സൗദിയുടെ വഫ എന്ന എണ്ണ ടാങ്കർ യമനിലെ ഹൂതി വിമതർ ആക്രമിച്ചു. ജൂലൈയിൽ ചെങ്കടലിലെ ബാബൽ മണ്ടേബ് കടലിടുക്കിൽ ഹൂതികൾ സൗദിക്ക് നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ചൊവ്വാഴ്ച യമൻ തീരത്ത്
ഇന്ത്യൻ പതാകയുള്ള കപ്പൽ ആക്രമിച്ച് മുക്കിയിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമസുമായി സംബന്ധിച്ച ഒരു ധാരണയുണ്ടായേക്കാം എന്ന് US പ്രസിഡന്റ് ട്രംപ് സൂചന നൽകി. ഹോർമസിലൂടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനായി മിഡിൽ കോറിഡോർ നടപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ഇറാനും ഒമാനും ചർച്ച ചെയ്യുന്നത്. അമേരിക്കയുടെ ഇടപെടലാണ് കരാർ വൈകുന്നതിന് പ്രധാന കാരണമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. ചർച്ച പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞു. ഇറാന്റെ സമുദ്രാതിർത്തിയിലൂടെയുള്ള പാതയ്ക്കും ഒമാൻ തീരത്തോട് ചേർന്ന് അമേരിക്ക നിർദ്ദേശിച്ച തെക്കൻ പാതയ്ക്കും ബദലായി മിഡിൽ കോറിഡോർ സജീവമാക്കാനാണ് ലക്ഷ്യം. ഈ പാത ഇറാനും ഒമാനും ചേർന്ന് സംയുക്തമായി നിയന്ത്രിക്കണമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. ഹോർമസ് തുറക്കാനുള്ള ചർച്ചകൾ ഫലം കണ്ടുവെന്നും കപ്പൽ നീക്കം ഈ ആഴ്ച സാധ്യമാകുമെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും പറഞ്ഞു. ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിൽ നിലവിലെ ഏറ്റവും വലിയ കീറാമുട്ടിയാണ് ഹോർമുസ് കടലിടുക്കിന്റെ അവകാശ തർക്കം. ഇതിന് പരിഹാരമാകുന്നതോടെ ജൂൺ 17 നിലവിൽ വന്ന ഇടക്കാല വെടിനിർത്തൽ ധാരണാപത്രം അന്തിമമാകുന്നതിനുള്ള വഴി തെളിയും. ഇറാന്റെ ആണവ നിരായുധീകരണം ലക്ഷ്യമിട്ടാണ് USഉം ഇസ്രയേലും ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയതെങ്കിലും സംഘർഷം പിന്നീട് ഹോർമുസിനെ ചുറ്റിപ്പറ്റി വഷളായി. യുദ്ധപൂർവ്വകാലത്ത് ആഗോള എണ്ണ നീക്കത്തിന്റെ 20% കടന്നുപോയിരുന്ന പാതയാണ് ഹോർമുസ്. യുദ്ധത്തെ തുടർന്ന് ഇത് അടച്ചത് ആഗോളതലത്തിൽ വലിയ ഇന്ധന പ്രതിസന്ധിയും വിലക്കയറ്റവും ഉണ്ടാക്കി. കരാർ സാധ്യത തെളിഞ്ഞതോടെ ബുധനാഴ്ച ആഗോള അസംസ്കൃത എണ്ണവില കുറയാൻ തുടങ്ങി. യുദ്ധം തുടങ്ങിയ ശേഷം സജീവമായ ലാരക് ദ്വീപിന് ചുറ്റുമുള്ള ഇറാന്റെ സ്വന്തം ജലാതിർത്തിയിലൂടെയുള്ള വടക്കൻ റൂട്ടിനും ഒമാൻ തീരത്തോട് ചേർന്ന് അമേരിക്ക നിർദ്ദേശിച്ച തെക്കൻ റൂട്ടിനും ബദലായി മിഡിൽ കോറിഡോർ സജീവമാക്കാനാണ് ലക്ഷ്യം. ഈ പാത ഇറാനും ഒമാനും ചേർന്ന് സംയുക്തമായി നിയന്ത്രിക്കണമെന്നാണ് ഇറാന്റെ നിർദ്ദേശം. തീരദേശ രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചർച്ചയിലുള്ള പുതിയ സാങ്കേതിക ധാരണ പ്രകാരം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളുടെ പൂർണ്ണ നിയന്ത്രണം ഇറാനായിരിക്കും. നേരത്തെ ഹോർമുസ് കടലിടുക്കിലൂടെ ഇരുവശങ്ങളിലേക്കുമുള്ള എല്ലാ കപ്പൽ ഗതാഗതത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പുറത്തേക്ക് പോകുന്ന കപ്പലുകളുടെ മേൽ പൂർണ്ണ നിയന്ത്രണത്തിന് പകരം നിരീക്ഷണ അധികാരം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമുസിന് മേൽ തുല്യ നിയന്ത്രണം മുന്നോട്ട് വയ്ക്കുന്ന ഒമാൻ പദ്ധതി നേരത്തെ ഇറാൻ തള്ളിയിരുന്നു. ഒരു അന്താരാഷ്ട്ര പാതയായതിനാൽ യുദ്ധത്തിന് മുൻപ് കപ്പലുകൾ തടഞ്ഞു നിർത്താനോ സമുദ്രമധ്യത്തിൽ വെച്ച് പരിശോധിക്കാനോ തടസ്സമുണ്ടാക്കാനോ ഇറാനോ മറ്റ് രാജ്യങ്ങൾക്കോ നിയമപരമായ അവകാശം ഉണ്ടായിരിക്കില്ല. മലയാളി വാർത്ത ഇൻസൈഡ്. What?